2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധാരാളം UDF സ്ഥാനാർത്ഥികൾ വിജയിച്ചു. ആ വിജയിച്ച സ്ഥാനാർത്ഥികളിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും കൂടുതലും സന്തോഷം നൽകിയത് സന്ദീപ് വാര്യറിൻ്റെ വിജയമായിരുന്നു. താൻ ഇത്രയും നാൾ പ്രതിനിധാനം ചെയ്ത രാഷ്ട്രീയ പാർട്ടി വർഗീയതയുടെ, ഭിന്നതയുടെ രാഷ്ട്രീയ പാർട്ടിയാണെന്ന് തിരിച്ചറിഞ്ഞ സന്ദീപ് വാര്യർ പിന്നീട് കോൺഗ്രസിലേക്ക് വരികയാണ്. അതിനുശേഷം അദ്ദേഹത്തിനുണ്ടായ മാറ്റങ്ങൾ നാം എല്ലാവരും കണ്ടതാണ്. ആ സമയം മുതൽ ആ മനുഷ്യൻ്റെ മുഖങ്ങളിൽ വല്ലാത്തൊരു പ്രത്യേകമായ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു, നല്ല പ്രകാശമുണ്ടായിരുന്നു. മതേതരത്വത്തിൻ്റെയും മാനവികതയുടെയും ഐക്യത്തിൻ്റെയും പ്രകാശമായിരുന്നു അത്. അത്തരത്തിൽ കടുത്ത തീവ്ര നിലപാടുകളിൽ നിന്ന് മതേതരത്വത്തിൻ്റെ കൈപിടിച്ച സന്ദീപ് വാര്യർ ഇന്ന് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട MLA ആയി മാറിയിരിക്കുകയാണ്. കാസർഗോഡ് തൃക്കരിപ്പൂരിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സമയത്ത് ആ മനുഷ്യൻ മുൻകാലങ്ങളിൽ നിരന്തരമായി കൊണ്ട് മുസ്ലിമീങ്ങൾക്കെതിരെ നടത്തിയിട്ടുള്ള വിദ്വേഷ പരാമർശങ്ങൾ അവിടെയുള്ള ജനങ്ങൾ ആരും തന്നെ ഓർത്തെടുക്കാൻ നിന്നില്ല. അതെല്ലാം അവർ മറന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മതമോ ജാതിയോ ഒന്നും നോക്കാതെ ആ മനുഷ്യൻ ഇപ്പോൾ ഉയർത്തിപ്പിടിക്കുന്ന മാനവികത എന്ന ആശയം ഉൾക്കൊണ്ടുകൊണ്ട് അവിടെയുള്ള ഓരോ ജനങ്ങളും, അതിലെല്ലാ നാനാജാതി മത്സരമുണ്ട്, അവരെല്ലാവരും ഒറ്റക്കെട്ടായി സന്ദീപ് വാര്യറിനെ വിജയിപ്പിച്ചെടുത്തു. ഒരു കാലത്ത് BJPക്ക് വേണ്ടി ചാനൽ ചർച്ചകളിൽ സജീവമായിരുന്ന, BJPക്ക് വേണ്ടി വാതുവരെ സംസാരിച്ചിരുന്ന ചാനൽ ചർച്ചകളിലെ തീപ്പൊരി മുഖമായിരുന്നു സന്ദീപ് വാര്യർ. എന്നാൽ പിന്നീട് തൻ്റെ രാഷ്ട്രീയ നിലപാടുകളിലെ മാറ്റം അദ്ദേഹത്തിനെ കോൺഗ്രസിൻ്റെ പാളയത്തിലേക്ക് എത്തിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു രാഷ്ട്രീയ മാറ്റത്തെ എല്ലാവരും സംശയത്തോടു കൂടിയാണ് നോക്കിക്കണ്ടത്. മുസ്ലിമീങ്ങൾക്കെതിരെ ഇത്രയധികം വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയ ആ സന്ദീപ് വാര്യറിനെ ആളുകൾ സ്വീകരിക്കുമോ എന്നുള്ള ചോദ്യം ഉയർന്നുകൊണ്ടിരുന്നു. പക്ഷെ നമ്മുടെ കേരളം എന്നുള്ളത് എന്നും വ്യത്യസ്തമാണ്. ഇവിടെ ഒരു വ്യക്തിയുടെ രാഷ്ട്രീയ നിലപാടിനേക്കാൾ ഉപരി അവർ ഉയർത്തിപ്പിടിക്കുന്ന മതേതര മൂല്യങ്ങൾക്കാണ് ജനങ്ങൾ വില നൽകുന്നത്. ജാതിയോ മതമോ നോക്കാതെ വിദ്വേഷത്തിൻ്റെ ആ രാഷ്ട്രീയത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ടുവന്ന സന്ദീപിനെ ഇവിടെയുള്ള ജനങ്ങൾ എല്ലാ നാനാജാതി മത്സരം ആ മനുഷ്യനെ ഇരുകയും ഞെട്ടി സ്വീകരിച്ചു. പിന്നീട് തെരഞ്ഞെടുപ്പിൻ്റെ ഫലമാകട്ടെ എല്ലാവരും ഞെട്ടിപ്പിച്ചു കളഞ്ഞു. സന്ദീപ് വാര്യർ വലിയ രീതിയിൽ വിജയം കരസ്ഥമാക്കി. ഇത് കേവലം അദ്ദേഹത്തിൻ്റെ ഒരു വിജയം മാത്രമല്ല, മറിച്ച് കേരളത്തിലെ ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും ഒരുപോലെ ആഗ്രഹിച്ച ഒരു മാറ്റത്തിൻ്റെ പ്രതിഫലനം കൂടിയാണ്. താൻ വിട്ടുപോകുന്ന വിദ്വേഷ രാഷ്ട്രീയത്തിന് ജനങ്ങൾ നൽകിയ മറുപടിയായി ഈ വിജയത്തെ കാണാം. ജനങ്ങൾ നോക്കിയത് അദ്ദേഹത്തിൻ്റെ പഴയ രാഷ്ട്രീയമല്ല, മറിച്ച് ഇപ്പോൾ അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന ഐക്യത്തിൻ്റെ സന്ദേശമാണ്. ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം. നമുക്കറിയാം, ഏതു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുള്ള ആളുകളായിരുന്നാലും ശരി, ഏതൊരു നേതാക്കളായിരുന്നാലും ശരി, അവർ അനുഗ്രഹം വാങ്ങാൻ പോകുന്ന അല്ലെങ്കിൽ പലപ്പോഴായി കാണാൻ പോകുന്ന കേരളത്തിലെ ഒരു മതപണ്ഡിതനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. അത്തരത്തിൽ തൻ്റെ അടുക്കലേക്ക് വരുന്നവരെ കാന്തപുരം ഉസ്താദ് ഇരുകയും നീട്ടി സ്വീകരിക്കാറുണ്ട്. അവർക്കുള്ള എല്ലാ അനുഗ്രഹങ്ങളും നൽകി അവരെ സന്തോഷത്തോടു കൂടി തിരിച്ചയക്കാറുമുണ്ട്. കഴിഞ്ഞ മാസം തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് SSFൻ്റെ ഒരു പരിപാടിയുടെ വേദിയിൽ വെച്ചുകൊണ്ട് സന്ദീപ് വാര്യർ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ സന്ദർശിക്കാൻ പോയ സമയത്തുണ്ടായ ചില കാര്യത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായി മാറുകയാണ്. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. പ്രിയപ്പെട്ടവരെ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിചാരിതമായിട്ടാണ് തൃക്കരിപ്പൂരിൽ നിന്ന് ജനവിധി തേടാൻ ഐക്യജനാധിപത്യ മുന്നണി എന്നെ നിയുക്തനാക്കിയത്. ഞാൻ ഇങ്ങോട്ട് പ്രഖ്യാപിച്ച ദിവസം തന്നെ നേരിട്ട് ഇങ്ങോട്ട് വരികയാണ് ചെയ്തത്. പക്ഷേ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഞാൻ പോകണമെന്ന് ആഗ്രഹിച്ച്, ഞാൻ കാരണമല്ല, ഞാൻ കാണണമെന്ന് ആഗ്രഹിച്ച ഇയാൾ ഉന്നതനായിട്ടൊരാളായിപ്പോയി. അദ്ദേഹത്തിൻ്റെ ഒരു അപ്പോയിൻമെന്റ് കിട്ടാനുള്ള പ്രയാസം കൊണ്ടും അദ്ദേഹത്തിന് കുറച്ച് ഇടയ്ക്ക് അദ്ദേഹം ആളുകളെ ശാരീരിക പ്രശ്നങ്ങൾ കൊണ്ട് കാണാത്തതുകൊണ്ടും ചില അപ്പോയിൻമെന്റുകൾ മാറിപ്പോയതുകൊണ്ടും കാണാൻ പറ്റിയിരുന്നില്ല. പക്ഷെ എൻ്റെ ഭാഗ്യം കൊണ്ട് എനിക്ക് സീറ്റ് കിട്ടിയ ദിവസം തന്നെ അദ്ദേഹത്തിന്റെ അപ്പോയിൻമെന്റ് കിട്ടി. ഞാൻ മർക്കസിൽ പോയി ബഹുമാന്യനായിട്ടുള്ള ശൈഖുന കാന്തപുരം ഉസ്താദ് അവരെ കണ്ടു. അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഈ തൃക്കരിപ്പൂരിലേക്ക് വന്നത്. വരുന്ന സമയത്ത് എനിക്കൊരു ആശങ്കയുണ്ടായിരുന്നു. എന്നെ ഇത്രയും ദൂരെയുള്ള പാലക്കാട് ജില്ലയിൽ നിന്നുള്ള എന്നെ, ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള എന്നെ ഇങ്ങനെ ഇവിടുത്തെ ജനങ്ങൾ സ്വീകരിക്കുന്നു. പക്ഷേ തൃക്കരിപ്പൂരിലെ പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ വന്നിറങ്ങിയപ്പോൾ ഞാൻ പുറത്ത് കണ്ടത് മുഴുവൻ ജനവിഭാഗങ്ങളും, നാനാജാതി മത വിഭാഗങ്ങൾപ്പെട്ട മുഴുവൻ ആളുകളും രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ആയിരക്കണക്കിന് മനുഷ്യർ വന്ന് നെഞ്ചോട് ചേർക്കുന്നതാണ്. അതോടുകൂടി എനിക്ക് ആത്മവിശ്വാസമായി. തീർച്ചയായിട്ടും ജനങ്ങൾ ഇവിടെ ഒരു പിന്തുണ തരാൻ തയ്യാറാണ്, അവരെന്നെ ഇഷ്ടപ്പെടുന്നു എന്നെനിക്ക് മനസ്സിലായി. എൻ്റെ മനപ്രയാസമെല്ലാം മാറി വലിയ രീതിയിൽ ഒരു പ്രചരണവുമായി മുന്നോട്ട് പോകാനും എല്ലാവരുടെയും സ്നേഹം
ഏറ്റുവാങ്ങാനുമുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതിന് തീർച്ചയായിട്ടും ഉസ്താദിന്റെ അനുഗ്രഹം വലിയ പങ്ക് ഇതിൽ വഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇന്ന് ഇവിടെ നടക്കുന്ന ഈ ഭവ്യമായ ദൈവികമായ ചടങ്ങിന് എൻ്റെ എല്ലാ ആശംസകളും നേരുകയാണ്. ഇത്തരം ചടങ്ങുകളിലൂടെ പണ്ഡിത ശ്രേഷ്ഠർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും ജീവിതത്തെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാനും നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഞാൻ വർഷങ്ങൾക്ക് മുൻപ് തന്നെ എനിക്ക് തോന്നുന്നു ഉസ്താദിന്റെ കേരള യാത്ര നടക്കുമ്പോഴും ആ വേദിയിൽ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ അന്നത്തെ കാലത്തും അവസരം കിട്ടിയിട്ടുള്ള ആളാണ് ഞാൻ. അന്ന് ഞാൻ പ്രസംഗിച്ചത് വേറൊരു കോലത്തിലായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞത് ഞാൻ ഈ വേദിയിൽ വന്നു നിൽക്കുന്നത് നാളെ ഏതെങ്കിലും കാലത്തൊരു ഇലക്ഷനിൽ നിന്നാൽ നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയല്ല, മറിച്ച് ഉസ്താദിന്റെ യാത്ര ആയതുകൊണ്ട് ഞാൻ വന്നതാണ് എന്ന് അന്ന് പറഞ്ഞെങ്കിൽ ഇപ്പൊ ഞാനത് തിരുത്തി പറയാം. ഇന്ന് ഞാൻ തീർച്ചയായിട്ടും ഉസ്താദിന്റെ അനുഗ്രഹം കിട്ടുന്നതോടൊപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും എനിക്കുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയൂടി ചെയ്യുകയാണ്. വളരെ നിർണായകവും നിയാമകവുമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലാണ് ഏർപ്പെട്ടിട്ടുള്ളത്. ഞാൻ പരാജയപ്പെടണമെന്ന് ചില ശക്തികൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ ശക്തികൾ ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. അത് ഞാൻ ഏത് ശക്തിയോടാണോ പോരാടി ഇറങ്ങിപ്പോന്നത് ആ ശക്തിയാണ് ഇപ്പോൾ എന്നെ പരാജയപ്പെടുത്തണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുകയും ഞാൻ പരാജയപ്പെട്ടാൽ അതിൽ ഏറ്റവും അധികം ആഹ്ലാദിക്കുകയും ചെയ്യുന്നതെന്ന് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. അത്തരം ശക്തികൾ ആഹ്ലാദിക്കുന്ന ഒരു സന്ദർഭം പോലും ഈ കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടാകരുത് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം നമ്മളൊക്കെ മനുഷ്യരാണ്. ആത്യന്തികമായിട്ട് ജാതി മതങ്ങൾക്ക് അതീതമായി എല്ലാവരും ഒത്തൊരുമയോടുകൂടി വാഴുന്ന ഈ നാട്ടിൽ മതസ്പർദ്ധയ്ക്കും പരസ്പര വിദ്വേഷത്തിനും വിഭാഗീയതയ്ക്കും ഒന്നും സ്ഥാനമുണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് കഴിഞ്ഞ 1.5 വർഷക്കാലം ഈ മതനിരപേക്ഷ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറിയതിനു ശേഷം നിരന്തരമായി മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയിട്ടും വർഗീയതയ്ക്കെതിരായിട്ടും സന്ധിയില്ലാത്ത പോരാട്ടവുമായി ഞാൻ കേരളത്തിൽ നിങ്ങൾക്കിടയിലുണ്ട്. ആ വിശ്വാസത്തോടുകൂടി ഞാൻ നിങ്ങളെ സമീപിക്കുകയാണ്. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന, ബഹുമാന്യരായിട്ടുള്ള പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ പ്രാർത്ഥനയേക്കാൾ വലിയ ശക്തി മറ്റെന്തെങ്കിലും കാര്യത്തിനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ആവശ്യപ്പെടുന്നത് പ്രാർത്ഥനയും അനുഗ്രഹവുമാണ്. അതുണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എൻ്റെ എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. നിങ്ങൾക്ക് എൻ്റെ നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് UDF. തെരഞ്ഞെടുപ്പ് കാലത്തും അതിനുശേഷവും ഉസ്താദ് നൽകിയ സ്നേഹവും പ്രാർത്ഥനയും തന്റെ വിജയത്തിൽ വലിയ പങ്കുവഹിച്ചുവെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. കാന്തപുരം ഉസ്താദിനെ പോലൊരു വലിയ പണ്ഡിതൻ തന്നെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചപ്പോൾ അത് തനിക്ക് നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല എന്ന് സന്ദീപ് വാര്യർ മനോഹരമായി പറഞ്ഞു വെക്കുന്നു. കാന്തപുരം ഉസ്താദിനെ സന്ദർശിച്ചത് തന്റെ പൊതുപ്രവർത്തന ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. ഇവിടെ സന്ദീപ് വാര്യർ പറഞ്ഞ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. കാന്തപുരം ഉസ്താദ് എന്നും ഉയർത്തിപ്പിടിക്കുന്നത് സമാധാനത്തിന്റെയും മാനവികതയുടെയും രാഷ്ട്രീയമാണ്. വിദ്വേഷം പടർത്തുന്നവരെയല്ല, മറിച്ച് സ്നേഹം പങ്കുവെക്കുന്നവരെയാണ് അദ്ദേഹം പ്രോത്സാഹിപ്പിക്കാറുള്ളത്. ഒരു മുൻ BJP നേതാവ് എന്ന നിലയിലല്ല, മറിച്ച് തെറ്റുകൾ തിരുത്തി മതേതര പാതയിലേക്ക് വന്ന ഒരു സഹോദരൻ എന്ന നിലയിലാണ് ഉസ്താദ് സന്ദീപിനെ കണ്ടത്. കാന്തപുരം ഉസ്താദ് മാത്രമല്ല, സന്ദീപ് വാര്യറിനെ പാണക്കാട് തങ്ങന്മാരുമൊക്കെ ചേർത്ത് പിടിക്കുന്ന കാഴ്ചകൾ നമ്മളെല്ലാവരും കണ്ടതാണ്. നോക്കൂ, സന്ദീപ് വാര്യറിന്റെ ഈ വാക്കുകൾ കേരളത്തിലെ മതസൗഹാർദ്ദത്തിൻ്റെ പുതിയൊരു അധ്യായമാണ് തുറക്കുന്നത്. സന്ദീപ് വാര്യറിൻ്റെ ഈ മാറ്റവും വിജയവുമെല്ലാം ലോകത്തിന് നൽകുന്ന ഒരു പാഠമുണ്ട്. സ്നേഹത്തിന് മുന്നിൽ എല്ലാ വിദ്വേഷങ്ങളും വഴിമാറും.